أعوذ بالله من الشيطان الرجيم. أعوذ بكلمات الله التامات من كل شيطان وهامات ومن كل عين لامة. أعوذ بالله من همزات الشياطين وأعوذ بك رب أن يحضرون. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനം പറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടി പോലെ അവരുടെ സ്വർഗ്ഗത്തിൽ നമ്മളൊക്കെയും അല്ലാഹു ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. ജിന്നുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ഇതിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. ജിന്നുകളുടെ വാസസ്ഥലവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ഇന്ന ശൈത്വാന അദുവ്വുൻ ലക്കും ഫത്തഖിദൂഹു അദുവ്വ. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് അവനെ ശത്രുവായിട്ട് തന്നെ കാണാം. വിശുദ്ധ ഖുർആൻ. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് അവനെ ശത്രുവായിട്ട് തന്നെ കാണാം. മുസ്ലിമിനിക്ക് എപ്പോൾ ഇസ്ലാമുണ്ടോ അപ്പോഴൊക്കെ ശത്രു ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ അത് മനുഷ്യനിൽ നിന്നുള്ള ശത്രുവായിരിക്കും, അല്ലെങ്കിൽ ജിന്നിൽ നിന്നുള്ള ശത്രുവായിരിക്കും. എന്നല്ല, ജിന്നിൽ നിന്നുള്ള ശത്രു മുസ്ലിമിക്ക് ഏതായാലും ഉണ്ടാവും. മാമിൻകും മിൻ അഹദിൻ ഇല്ലാ വഖീല ലഹു ഖരീനുൻ മിനൽ ജിന്നി ഇന്ന ലിബ്നി ആദമ ലമ്മത്തൻ ബിൽ മലക്കി വലമ്മത്തൻ ബിശ്ശൈത്താൻ. ഓരോരുത്തർക്കും ഒരു മലക്കുണ്ടാവും, ഒരു ജിന്നുണ്ടാവും. ഓരോരുത്തർക്കും ഒരു മലക്കുണ്ടാവും, ഒരു ജിന്നുണ്ടാവും. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയ അന്ന് തന്നെയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹിനെയും ഭൂമിയിലേക്ക് ഇറക്കിയത്. ഒരാളെ ഇറക്കിയിട്ട് കുറെ കഴിഞ്ഞതിന് ശേഷം വേറൊരാളെ ഇറക്കിയത് അല്ല. എപ്പോൾ ആദം അലൈഹിസ്സലാം ഭൂമിയിൽ കാലുകുത്തിയോ അപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹിനെയും ഭൂമിയിൽ ഇറക്കി. എപ്പോ ഇസ്ലാം ഉണ്ടായോ അന്ന് മുതൽ ഇസ്ലാമിൽ ശത്രുവും ഉണ്ടായിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ത്യയിലാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇറക്കിയത്. ഒന്നുകിൽ അത് തെക്കിറങ്ങി വടക്കോട്ട് പോയിട്ടുണ്ടാകാം. തെക്കെന്ന സറദ്വീപ് എന്ന ശ്രീലങ്ക, അല്ലെങ്കിൽ വടക്കിറങ്ങി തെക്കോട്ട് പോയിട്ടുണ്ടാകും. അതാണ് ഏറ്റവും പ്രബലമായത്. വടക്കെന്നാൽ ഹിമാലയം. ഇന്ത്യയിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തമിഴ്നാട്ടിൽ കുടുംബവുമായി താമസിച്ചതായിട്ട് ചരിത്രഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. വചനുബിനി ആദമ നബഅൽ ഹഖ് ഇദ് തറബ ഖുർബാനൻ ഫതഖബല മിൻ അഹദിഹിമ വലം യതഖബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക ഖാല ഇന്നല്ലാഹ യതഖബ്ബലു മിനൽ മുത്തഖീൻ ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. ഹാബീൽ ഖാബീൽ സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണെന്നും ചില പണ്ഡിതന്മാർ പറയുന്നു. രാമേശ്വരം എപിജെ അബ്ദുൽ കലാമിന്റെ നാട്. അപ്പോൾ ഇന്ത്യയിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുകയും താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹജ്ജ ആദം മാശി മിനൽ ഹിന്ദ് അർബഊന ഹിജ്ജ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ടോട്ടൽ ആദം അലൈഹിസ്സലാം 90 ഹജ്ജ് ചെയ്തു. അതിൽ 40 ഇന്ത്യയിൽ നിന്നും നടന്നു പോയിട്ടാണ് ഹജ്ജ് ചെയ്തത്. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇന്ത്യയിൽ ഇറക്കി.
ഇബ്ലീസിനെ അഖബയിലാണ് ഇബ്ലീസിനെ അല്ലാഹു അറിയിക്കുന്നത്. അഖബ എന്നാൽ ഒരു ഭാഗം ഇസ്രായേൽ, ഒരു ഭാഗം ജോർദാൻ, ഒരു ഭാഗം സൗദി അറേബ്യ, ഒരു ഭാഗം ഈജിപ്ത്. ഇന്നതിന്റെ ഭൂരിഭാഗം ഇസ്രായേലിന്റെ കയ്യിലാണ്. 1947 6 Day വാറിൽ ഇസ്രായേൽ ഭൂരിഭാഗം കൈയടക്കിയിട്ടുണ്ട്. അഖബയിലാണ് ഇബ്ലീസ് അറിയിക്കുന്നത്. ഈ അഖബയിൽ വെച്ചായിരിക്കും അൽ-മഹ്ദിയുൽ മുർത്തദ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂടി ദജ്ജാലിനെ കണ്ടുമുട്ടുന്നത് അഖബയിൽ വെച്ചായിരിക്കും. ഇബ്ലീസിനെ അല്ലാഹു ആക്കിയത് അഖബയിലാണ്. അഖബ ഇപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലാണ് ഭൂരിഭാഗം. അഖബയിൽ വെച്ചായിരിക്കും ആദ്യമായിട്ട് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഈസാ നബി അലൈഹിസ്സലാം കൂടി ദജ്ജാലിനെ കണ്ടുമുട്ടുക. പിന്നെ ഇറങ്ങിയത് ഹവ്വ ബീവിയാണ്. ഹവ്വ ബീവി അല്ലാഹു ജിദ്ദയിലേക്ക് ജദ്ദ ഇത് പിന്നെ ലോകിച്ച് ജിദ്ദയല്ല. ജദ്ദ് എന്ന് പറഞ്ഞാൽ ഉപ്പ, ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ മാമ. അത് പിന്നെ ലോകിച്ച് ജിദ്ദയായി. അപ്പോൾ എപ്പോ ആദം അലൈഹിസ്സലാം ഭൂമിയിൽ കാല് കുത്തിയോ അപ്പോൾ തന്നെ ശത്രുവും ഭൂമിയിൽ കാല് കുത്തിയിട്ടുണ്ട്. ഭൂമിയിൽ കാല് കുത്തിയ ഉടനെ ഇബ്ലീസ് നേരെ പോയത് കടലിന്റെ ഭാഗത്താണ്. കടലിൽ പോയിട്ട് കടലിന്റെ അടുത്ത് പോയിട്ട് മത്സ്യത്തിനോട് പറഞ്ഞു, ആദമിനെ അല്ലാഹു പടച്ചിട്ടുണ്ട്, ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. നിങ്ങളെ കാലിന്റെ കഷ്ടം നിങ്ങളെല്ലാം തിന്നാൻ വേണ്ടിയിട്ട് ഒരാൾ ഇറക്കിയിട്ടുണ്ടെന്നാണ് ഇബ്ലീസ്. നിങ്ങളെ തിന്നു, കരയിലുള്ളവരും തിന്നു, കടൽത്താലും തിന്നു പറഞ്ഞു. ഇത് മത്സ്യം പോയിട്ട് എന്താക്കി ബാക്കിയുള്ള മത്സ്യത്തിനോടൊക്കെ ദൈവത്ത് പറഞ്ഞു. അതുകൊണ്ട് അല്ലാഹു മത്സ്യത്തിന് നാമം കൊടുത്തില്ല എന്നതാണ്. ഇബ്ലീസ് പോയിട്ട് മത്സ്യത്തിനോട് പറഞ്ഞു, മത്സ്യം പോയിട്ട് ബാക്കിയുള്ള മത്സ്യത്തിനോടൊക്കെ ഇത് സംഭവം പറഞ്ഞു. അതുകൊണ്ട് നാവ് അല്ലാഹു ഉണ്ടാക്കിയിരുന്നു, മീനിലേക്ക് എടുത്തു പറഞ്ഞു. മീനിലേക്ക് നാവില്ല. ഏതായാലും ഇബ്ലീസ് വന്നപ്പോൾ തന്നെ കൊലപാതകം നടത്തി. പെണ്ണിന്റെ വിഷയത്തിലാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പുറത്താക്കാൻ കാരണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇബ്ലീസ് വസ്വാസം ഉണ്ടായി, പക്ഷെ പിഴച്ചില്ല. പിന്നെ ഹവ്വ ബീവി വസ്വാസം ഉണ്ടായി, പിഴച്ചു. പെണ്ണിൽ വസ്വാസം ഉണ്ടാക്കിയപ്പോ പിഴച്ചു. അല്ലാഹ് എന്നിട്ട് ഇബ്ലീസ് പറഞ്ഞ രണ്ട് കാര്യം. നിങ്ങളെ ഈ പഴം തിന്നണ്ട എന്ന് അല്ലാഹ് പറയാൻ കാരണം, ഈ പഴം തിന്നാൽ കലാകാലം സ്വർഗത്തിൽ കിടക്കും, കലാകാലം സ്വർഗത്തിൽ കിടക്കും. അതേപോലെ ഒരിക്കലും അവസാനിക്കാത്ത അധികാരം നിങ്ങൾക്കുണ്ടാവാം. അത് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാഹു ഉണ്ടാക്കിയത്. പഴം തിന്നണ്ടെന്ന് പറഞ്ഞത് എന്ന് ഹവ്വ ബീവിയോട് പറഞ്ഞു ഇബ്ലീസ്. ഇത് കേട്ട് ഹവ്വ ബീവിക്ക് താല്പര്യം തിന്നാൻ വേണ്ടി എന്തായാലും സ്വർഗത്തിൽ കിടക്കുമല്ലോ തിന്നത്. അങ്ങനെ പോയി തിന്നു. പറിച്ചപ്പോ അതിന്റെ ചെന പറിച്ചപ്പോ ചെന കിട്ടി. ആ ചെനയാണ് ഇന്ന് നമ്മളെ പെണ്ണുകളിൽ കാണുന്ന അർത്ഥവലയത്വം, അതിന്റെ അടയാളമായിട്ട് കാണുന്ന അർത്ഥം അച്ഛനെയാണ്. ഹവ്വ ബീവിയാണ് പഴം പറിച്ചത്. പിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി എല്ലാവരും ഇറങ്ങിപ്പോയി കൊന്നു. ഇബ്ലീസും ആദം അലൈഹിസ്സലാം ഹവ്വ ബീവിയും ഓരോ സ്ഥലത്ത് ഇറങ്ങി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിൽ ഇന്ത്യയിൽ ഇറക്കി പറഞ്ഞു. അപ്പോൾ ഇബ്ലീസ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് എന്തായി, ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞു, ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടി. അറഫയിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടി. അതുകൊണ്ടാണ് അറഫ അങ്ങനെ പേര് വരാൻ കാരണം. അറഫ പരസ്പരം തിരിച്ചറിഞ്ഞിട്ട് പേര്. അപ്പോൾ അറഫയിൽ വെച്ച് കണ്ടുമുട്ടി. പിന്നീട് ഇവർക്ക് കുട്ടികളുണ്ടായി. ഓരോ സമയത്തും 2 കുട്ടികൾ വീതം വരും. ഒരു ആണും ഒരു പെണ്ണും അങ്ങനെ വരും. അത് ആദ്യത്തെ ആണും പെണ്ണും ശേഷം വന്ന ആണും പെണ്ണും പരസ്പരം അങ്ങനെ കല്യാണം കഴിക്കാൻ ആണ് കാബീൽ ഹാബീൽ. കാബീലിന്റെ ഒക്കെ വന്ന പെണ്ണ് സുന്ദരിയായിരുന്നു. ഹാബീലിന്റെ ഒക്കെ വന്ന പെണ്ണ് അത്ര സുന്ദരിയല്ല. പക്ഷെ നിയമം ഹാബീലിന്റെ ഒക്കെ വന്ന പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നതാണ്. ഓപ്പോസിറ്റ് ആയിട്ട് കല്യാണം കഴിക്കുക. ഒന്നിച്ച് വന്നവരല്ല, ഓപ്പോസിറ്റ് ആയിട്ട് കല്യാണം കഴിക്കുക. പക്ഷെ
അവിടെ ഇബ്ലീസ് വന്നതാക്കി ഈ പെണ്ണിന്റെ വിഷയത്തിൽ കൊലപാതകം നടത്തി. ആദ്യത്തെ കൊലപാതകം ഹാബീലിനെ കൊന്നതാണ്. ആദ്യത്തെ ഈ ഹാബീലിന്റെ ജനാസയുമായിട്ട് മയ്യത്തുമായിട്ട് ഒരു കൊല്ലം കയറ്റി നടന്നു ഹാബീൽ. എന്ത് ചെയ്യുന്നതെന്ന് അറിയാതെ അങ്ങനെ അല്ലാഹു രണ്ട് കാക്കയെ പറഞ്ഞയച്ച് പരസ്പരം തല്ല് കൂടി ഒരു കാക്ക മറ്റൊരു കാക്കയെ കൊന്ന് അത് കൊക്കൊണ്ട് കുഴിയുണ്ടാക്കി മറ്റേ കാക്കയെ മറിച്ചു. ഇത് ഹാബീല് കണ്ടു. അങ്ങനെയാണ് ഹാബീലിനെ മറിച്ചത്. അപ്പൊ പറഞ്ഞത് ഇബ്ലീസ് എന്ന് കാലുകുത്തിയോ അന്ന് ഭൂമിയിൽ ഫിത്ന വന്നിട്ടുണ്ട്. ഒരാൾ വന്നതിന് ശേഷം മറ്റൊരാൾ വന്നത് അല്ല. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ എല്ലാ നബിമാരുടെ കാലത്ത് ജീവിച്ചാലാണ് ഇബ്ലീസ്. 1,24,000 നബിമാരുടെ കാലത്ത് ജീവിച്ച് അവരെ ചതിച്ച 18 പണിയും നോക്കിയിട്ട് വന്നവരാണ് ഇബ്ലീസ്. നമ്മളൊന്നും പ്രത്യേകമില്ല പണിയൊന്നുമില്ല. ഇബ്ലീസ് അവന്റെ കൂട്ടാളികളെ നിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത് ഇബ്ലീസിന്റെ താവളം ബർമുഡ ട്രയാങ്കിളിൽ ആണ് എന്ന് മുസ്തഫ കഞ്ചൂറിന്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. മുസ്ലിംസിന് ബർമുഡ ട്രയാങ്കിളിലാണ് ഇബ്ലീസ് താവളമുള്ളത്. ഇബ്ലീസ് എല്ലാ ദിവസവും അവന്റെ സൈന്യത്തെ മനുഷ്യരിലേക്ക് പറഞ്ഞേക്കും. ഏറ്റവും കൂടുതൽ ഫിത്ന ആര് ഉണ്ടാക്കുന്ന അവര് ഇബ്ലീസിനോട് ഏറ്റവും അടുത്ത ആളായിരിക്കും. ഇബ്ലീസിന് കൊട്ടാരമുണ്ട്, ഇബ്ലീസിന്റെ മക്കൾക്കും കൊട്ടാരമുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ വേസ്റ്റ് ഇടുന്ന ഭാഗങ്ങളിലൊക്കെ പിശാചുക്കൾ വന്നു നിൽക്കും, ജിന്നുകൾ ഉണ്ടാകും. ഓടയിലും വേസ്റ്റ് ബിന്നിന് കക്കൂസ് ബാത്റൂം ഇതിലൊക്കെ പിശാച് വന്നു കൂടുമെന്ന് പറഞ്ഞു. അതേപോലെ പിശാചിനിക്ക് ഇഷ്ടപ്പെടുന്ന സംഗതികളൊന്നും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്താൽ പിശാച് പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട്. കൊമ്പ് വെക്കുക, അതേപോലെ വാല് വെക്കുക, ചുവപ്പ് നിറങ്ങൾ, ഇതൊക്കെ പിശാചിനിക്ക് ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. വിരിപ്പ് വിഷയം പറഞ്ഞു. വിരിപ്പുണ്ടെങ്കിൽ മണിക്കൊതുക്കി വെക്കണം. വെറുതെ തുറന്നിടാൻ പാടില്ല. പിശാച് വന്ന് അത് കയറിപ്പോകും. അത് വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലി കയറണം. ഇല്ലെങ്കിൽ പിശാചിനിക്ക് അന്ന് വാസസ്ഥലം നമ്മുടെ വീടായിരിക്കും. അതിന് മുമ്പ് പറഞ്ഞു എല്ലാ മുസ്ലിം വീടുകളിലും ഉണ്ടാകും മുസ്ലിം ജിന്നുകൾ മച്ചിൽ പാർക്കുന്നുണ്ടാകും. അവർ സമയം വരും, ഭക്ഷണം കഴിക്കും, എന്നിട്ട് നേരെ മുകളിൽ തന്നെ കയറിപ്പോകും. മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല. പിശാച് വിളയാടുന്ന സമയമാണ് മഗ്‌രിബിന്റെ ആ സമയം. വീട്ടിൽ കുട്ടികൾ എന്താ ചെയ്യണം? ഒതുക്കി നിർത്തണം. ബാങ്ക് വിളിക്കുമ്പോ നായ്ക്കൾ ഓരിയൊന്നുമില്ലേ? ബാങ്ക് വിളിക്കുമ്പോ നായ് പോകും. ശൈത്താൻ ഓടുന്നത് കണ്ടിട്ട് നായ് പോകും. ഇത് ഹിമാർ കഴുതക്കും നായ്ക്കാണ് ഉപയോഗിക്കുന്നത്. കഴുതയും നായ്ക്കളും ബാങ്ക് വിളിക്കുമ്പോൾ ശൈത്താൻ ഓടും. ഇത് നായ്ക്കൾ കാണുകയും നായ്ക്കൾ കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ബാങ്ക് വിളി കഴിഞ്ഞ ശേഷം പിന്നെ വരും. പിന്നെ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ വീണ്ടും പിശാച് ഓടും. പിന്നെ ഇക്കാമത്ത് കഴിഞ്ഞ ശേഷം പിന്നെ വരും. പിന്നെ നിസ്കാരത്തിൽ എന്താക്കുമ്പോൾ വസ്വാസമാകും. ഖിൻസബാണ് നിസ്കാരത്തിൽ വസ്വാസം ഉണ്ടാക്കുന്ന പിശാച്. പിശാചിന്റെ അസൈനത്തിന്റെ പേര് ഖിൻസബ്. നിസ്കാരത്തിൽ അല്ലാഹു ഇന്നീ അഊദു ബിക മിൻ ഖിൻസബ് എന്ന് പറയണം. തുടങ്ങുമ്പോൾ അല്ലാഹു ഇന്നീ അഊദു ബിക മിൻ ഖിൻസബ് പേരുണ്ട്. മുഹമ്മദ് ഖിൻസബ് എന്നിട്ടുള്ള അല്ലാഹു ഇന്നീ അഊദു ബിക മിൻ ഖിൻസബ്. ശൈത്താന്റെ പേരാണ് ഖിൻസബ്. അത് നിസ്കാരത്തിൽ വസ്വാസം ഉണ്ടാക്കാൻ വേണ്ടി വന്ന ശൈത്താണ് ഖിൻസബ്. ഡെവിലിനൊക്കെ നമുക്കാണ് ഡെവിൽ. ചില വാട്സപ്പ് ഗ്രൂപ്പിന് ഡെവിൽ ശൈത്താനാണ്. ഡെവിൽ ചില ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിലെ പേര് ഡെവിൽ. നമ്മൾ തന്നെ നമ്മൾ തന്നെ
ഡെവിൽ. അത് വാട്സപ്പിൽ ഇമോജിയിൽ ശൈത്താൻ്റെ ഇമോജി ഉണ്ട്, നീല 2 കൊമ്പ് ആയിട്ടുള്ള, അത് വെച്ചിട്ട് ഡെവിൽ. നമ്മളെ പെൺകുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ വാട്സപ്പ് ഡെവിൽ. ലൂസിഫർ, ഇബ്ലീസ്, ബഫാമെറ്റ്, ലൂസിഫർ, ഇതൊക്കെ പിശാചിനാണ്. ഇത് നമ്മളിപ്പോൾ ചില മോതിരം ഇടുന്നുണ്ട് കുട്ടികൾ, ശൈത്താൻ്റെ തലയുള്ള മോതിരം, അതേപോലെ ഡേഞ്ചർ ചിഹ്നങ്ങൾ, അതൊക്കെ ശൈത്താൻ്റെ ഇതാണ്. അതൊക്കെ മോതിരായിട്ട് ഉണ്ടാവും. അതിലൊക്കെ പിശാച് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കരയ്ക്കും, കാരണം പിശാചിൻ്റെ ചിഹ്നങ്ങളാണ്. ചിത്രങ്ങൾ വീട്ടിൽ വെക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തദ്ഖുലുൽ മലായികതു ഫീ ബൈത്തിൻ ലാ തദ്ഖുലുൽ മലായികതു ബൈത്തൻ ഫീഹി കൽബുൻ വലാ സൂറ. ചിത്രവും നായയും ഉള്ള വീട്ടിലേക്ക് മലക്കുകൾ വരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിത്രവും നായയും ഉള്ള വീട്ടിലേക്ക് മലക്കുകൾ വരികയില്ല. ചിത്രം ഉണ്ടെങ്കിൽ മറച്ചു വെക്കാം. ഈ പ്രകൃതിപരമായിട്ടുള്ളതല്ല, മനുഷ്യക്കോലമോ അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഓരോന്ന് അതിൻ്റെ മുകളിൽ വെക്കുകയൊക്കെ ചെയ്യും. ചിത്രത്തിലേക്ക് പിശാച് കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ആകർഷിക്കും. അതീവ സെൻസിബിൾ ആളാണ് ജിന്നുവർഗം. ഭയങ്കര സെൻസായിരിക്കും. എത്രയോ കിലോമീറ്ററിന് മണത്തെറിയും, പെട്ടെന്ന് കയറി പോകും. അതും ശ്രദ്ധിക്കണം. പറഞ്ഞതുകൊണ്ട് മലക്കുകൾ ഇല്ലെങ്കിൽ അവിടെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവും. മലക്കുകൾ വീട്ടിൽ ഇല്ലെങ്കിൽ പിശാച് വരും. മലക്കുകൾ വീട്ടിന് ചുറ്റും മലക്കുകൾ എന്താക്കി നിർത്താം, സെക്യൂരിറ്റികളാക്കി കാവൽ നിർത്തണം. ഇന്ന ശൈത്വാന യഫിറു മിനൽ ബൈത്തില്ലദി യഖറഉ ഫീ സൂറത്തുൽ ബഖറ. ബഖറ സൂറത്ത് ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഖറ ഓതാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ഹദീസ്, ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് അവന് റസൂൽ ചെയ്തു. അത് ഓടുന്ന വീട്ടിൽ നിന്നും പിശാച് 3 ദിവസം തുടർച്ചയായിട്ടുള്ളത് ആ വീട്ടിലേക്ക് പിശാച് അടുക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്തുൽ കുർസി, ഇതെല്ലാം പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ പിശാച് ഉണ്ടാവും. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ പ്രൊട്ടക്ഷൻ. ഒറ്റപ്പെട്ട് അടക്കുന്ന ആളെയാണ് ആരെ പിടിക്കുക? ശൈത്താൻ പിടിക്കുക. ഒറ്റക്ക് പോകുന്ന ആടിനെയാണ് ആര് പിടിക്കുക? ചെന്നായ പിടിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ ശൈത്താൻ പെട്ടെന്ന് പിടിക്കും. പ്രൊട്ടക്ഷൻ ആണ് ആയത്തുൽ കുർസി, ആമന റസൂലും തുടങ്ങിയ സംഗതികൾ. അതേപോലെ വെള്ളത്തിൽ കളിക്കരുത്. വെള്ളം പിശാചിന്റെ ജിന്നുകളുടെ താവളമാണ് വെള്ളം. അതിൽ ഉള്ള വെള്ളത്തിലുള്ള ശൈത്താനാണ് വലഹാൻ. വെള്ളത്തിലുള്ള ശൈത്താനാണ്. അതുകൊണ്ട് വെള്ളത്തിൽ കൂടുതൽ കളിക്കുമ്പോൾ വസ്വാസ് വരും. വസ്വാസ് പിശാചിൽ നിന്നാണ് വസ്വാസ്. അതേപോലെ കോട്ടുവായ പിശാചിൽ നിന്നാണ്. കോട്ടുവായ പറഞ്ഞു, നിസ്കാരത്തിലിടുന്ന കോട്ടുവായ അത് പിശാചിൽ നിന്നാണ്. കോട്ടുവായ ശൈത്താനിൽ നിന്നാണ്. നിസ്കാരത്തിൽ ഒരാൾ കോട്ടുവായ ഇടുകയാണെങ്കിൽ കഴിയും പരമാവധി അവനതാകുന്നതിന് അടുക്കി വെക്കണം. ഇടത് കൈയിലെ പുറംഭാഗം കൊണ്ട് മടക്കുക. അത് വായിൽ വച്ചിട്ട് കോട്ടുവായ വരുമ്പോൾ ഇടത് കൈയുടെ പുറംഭാഗം കൊണ്ട് വായിൽ വെച്ചിട്ട് എന്ന് പറയാം. നിസ്കാരത്തിലാണെങ്കിലും ഫൈദ ഖാല ഹാ പറഞ്ഞ ദഹീക ശൈത്താൻ പിശാച് ചിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾക്ക് എന്തിനാ? നബിക്ക് കൊണ്ടുപോയില്ല. അതേപോലെ ഔറത്തിന്റെ വിഷയം
മനുഷ്യരുടെ ഔറത്ത് പിടിച്ച് ശൈത്താൻ കളിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹവ്വ ബീവിയെ പുറത്താക്കാനുള്ള കാരണം തന്നെ ഈ ഔറത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇബ്ലീസിന്റെ ഫിത്ന എന്ന് പറഞ്ഞു. ഔറത്തിന്റെ വിഷയം മട്ടം കൊണ്ടുന്ന മാടിക്കൊന്നത് പരമാവധി ശ്രദ്ധിക്കും. കാരണം നമ്മൾ ഔറത്തിൽ എന്താണെന്നുണ്ട് വെളിവെന്നുണ്ട്. ആ മുട്ടിന്റെ വീട്ട് വരുന്നു. മുട്ടിന്റെ മാടിക്കൊത്തുമ്പോൾ മുട്ടിന് മീതെ വരുന്നുണ്ട്. ട്രാക്കിന് പ്രശ്നമില്ല. മുട്ടിന് മീതെയാണ് നമ്മുടെ ഔറത്ത്. മുട്ട് പോക്കറ്റിന്റെ ഇടയിലാണ് ഔറത്ത്. ചിലപ്പോൾ നമ്മളെ അമ്മല് ശൈത്താൻ നമ്മളെ കൊണ്ട് അമ്മല് ചെയ്യുന്നു, എന്നിട്ട് അത് ബാക്കിലാക്കുക. ശൈത്താന് അമ്മല് ചെയ്യിക്കാതിരിക്കുന്നതല്ല, ചെയ്യും. പക്ഷെ നമുക്ക് കൂലി കിട്ടാറില്ല. ചിലപ്പോൾ ചില തെറ്റ് നമ്മളെ കൊണ്ട് ചെയ്യിക്കും, എന്നിട്ട് അത് നമ്മളെ കൊണ്ട് ശരിയെന്ന് തോന്നിപ്പിക്കും. ചില തെറ്റ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അത് ശരിയെന്ന് തോന്നിപ്പിക്കും. അത് തെറ്റിനെന്താക്കി തരും, നമുക്ക് ഭംഗിയാക്കി തരും. ഒരു പ്രോസസ് നമുക്ക് തെറ്റ് തോന്നിയാൽ നമുക്ക് തിരുത്താൻ പറ്റും. പക്ഷെ തെറ്റിന് എന്താക്കല തോന്നിക്കല, അത് ശരിയെന്ന് ശൈത്താൻ തോന്നിപ്പിച്ചത്. പക്ഷെ തെറ്റാണ്. അതുപോലത്തൊക്കെയാണ് ഈ മക്കൾ നടത്തുന്ന സംഗതിയൊക്കെ. മടിക്കുത്തൽ ഹറാമല്ല, ഹറാമാണ് മടിക്കുത്തൽ. മാടിക്കുത്തിട്ട് ഉസ്താദ് തൽപ്പവിടാത്ത മാടിക്കുത്തിട്ട് ഉസ്താദ് തൽപ്പവിടാത്ത മനസ്സിലായി. ഇവിടെ ഇയാള് ഹറാം ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് സുന്നത്തിന് ചോദ്യം ചെയ്യുന്നു. മാടിക്കുത്തൽ എന്താണ്? തനി ഹറാമാണ്. കാരണം ഔറത്ത് ഒഴിവാക്കുന്നുണ്ട്. അത് ആര് കാണുന്നുണ്ടോ ഇല്ലേ എന്നല്ല, ഔറത്ത് ഒഴിവാക്കാൻ പാടില്ല എന്നതാണ്. ഒറ്റക്കാണുമ്പോൾ പോലും ഔറത്ത് ഒഴിവാക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒറ്റക്കാണെങ്കിൽ പോലും ഔറത്ത് ഒഴിവാക്കരുത്. പെണ്ണിന്റെ ഔറത്ത് പുറത്താണെങ്കിൽ ശരീരം മൊത്തം ഔറത്താണ്. ഫുൾ അല്ല, ശരീരം മൊത്തം ഔറത്താണ് സ്ത്രീകളുടെ. നമ്മളെ സ്ത്രീകൾ എന്താകും? മുറുക്കടി പോകും, മുഖം കാണും, കയ്യും കാണും. മുറുക്കിടുന്ന കാര്യം ക്ലോസ് ഇടാം, കണ്ണും മാക്കാം, പുറത്തിറങ്ങുമ്പോൾ ശരീരം മൊത്തം ഔറത്താണ് പെണ്ണിന്റെ പുറത്ത് പോകുമ്പോൾ. നിസ്കരിക്കുമ്പോൾ ഉള്ള ഔറത്ത് മുഖവും മുൻകൈയും തുറക്കാം, വേറെ ഒന്നും കാണാൻ പാടില്ല. മുഖവും മുൻകൈയും തുറക്കാം, വേറെ ഒന്നും കാണാൻ പാടില്ല. കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും, അനിയന്മാർ, ഉപ്പ, അവരുടെ മുമ്പിൽ സഹോദരന്മാർ, മക്കൾ, അവരുടെ മുമ്പിൽ ഔറത്ത് പറഞ്ഞാൽ പുരുഷന്റെ ഔറത്ത് പോലെ മുട്ടുപോക്കിനിടയിൽ സ്ത്രീകൾക്കും. കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളുകൾ, ഉപ്പ, ജ്യേഷ്ഠാനുജന്മാർ, മക്കൾ, ഇവരുടെ മുമ്പിൽ ഔറത്ത് എന്ന് പറഞ്ഞാൽ മുട്ടുപോക്കലിൻ്റെ ഇടയിലാണ്. അത്ര വർഷം മതി നിർബന്ധമായിട്ട്. മുട്ടുപോക്കലിൻ്റെ ഇടയിൽ നിർബന്ധമായിട്ട് വർഷം മതി കല്യാണം കഴിക്കാൻ പറ്റാത്തവരുടെ മുമ്പിൽ. നമ്മളെ പുരുഷന്മാർ പോലെ അങ്ങനെ പറ്റുന്നത് തീരെ പാടില്ല. പുറത്തൊക്കെ തന്നെ പുറത്തു പോകുന്നില്ലേ, കല്യാണം കഴിക്കുന്ന പറ്റുന്നവരുടെ മുമ്പിൽ തീരെ കാണാൻ പാടില്ല. പറ്റാത്തവരും ഉപ്പ, ജ്യേഷ്ഠന്മാർ, മക്കൾ, ഇവരുടെ മുമ്പിൽ പുരുഷന്റെ ഔറത്ത് പോലെ എത്രയാണോ ഒഴിവാക്കുന്നത് മുട്ടുപോക്കലിന്റെ ഇടയിൽ അത് മാത്രം മറിച്ചാൽ മതി. അത്രയാണ് നിർബന്ധം. സ്ത്രീകളുടെ മുമ്പിൽ തന്നെ അമുസ്ലിമത്തായ പെണ്ണുങ്ങൾ, മുസ്ലിം അല്ലാത്ത പെണ്ണുങ്ങളുടെ മുമ്പിൽ പണിയെടുക്കുമ്പോൾ എത്രയാണോ കാണുന്നത് അത്ര ഒഴിവാക്കാൻ, വേറൊന്നും ഒഴിവാക്കാൻ പാടില്ല. ഉദാഹരണം കൈയുടെ കണ്ടാവില്ല, കാലിലെ പൊട്ടിയിട്ടാവില്ല, സാധാരണ അത്ര ഒഴിവാക്കാം. വേറെയൊന്നും അമുസ്ലിമത്തായ പെണ്ണിന് മുമ്പിൽ കാണിക്കാൻ പാടില്ല. നമ്മൾ കാണാൻ പോകുന്നു, ചില ആണുങ്ങളെ തന്നെ കാണിച്ചെങ്കിൽ തൃപ്തിയാകുന്ന പെണ്ണുങ്ങളുണ്ട് നമ്മളെ മുസ്ലിം മതത്തിൽ.
മുസ്ലിം പെണ്ണിനെയാണ് ഫസ്റ്റ് കാണിക്കേണ്ടത്. മുസ്ലിം പെണ്ണില്ല എങ്കിലാണ് മുസ്ലിം സ്ത്രീ. കാരണം മുസ്ലിം പെണ്ണിലേക്ക് എത്ര കാണാം? മുട്ടുമുട്ടലിനിടയിൽ അല്ലാത്തതൊക്കെ കാണാം. മുസ്ലിം സ്ത്രീക്ക് ഒരു സ്ത്രീയുടെ മുട്ടുപൊക്കലിനിടയിലുള്ള അല്ലാത്തത് കാണാം. അമുസ്ലിം സ്ത്രീക്ക് എത്രയേ കാണാൻ പറ്റുള്ളൂ? അവളുടെ ആ കൈയിൻ്റെ മുട്ട് വരെ അല്ലെങ്കിൽ കാലിൻ്റെ ആ കടങ്കാൽ വരെ, അത്രമാത്രം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മുസ്ലിം ഡോക്ടർ, പിന്നെയാണ് ആ മുസ്ലിം ഡോക്ടർ പുരുഷൻ. ഫസ്റ്റ് ഡോക്ടറെ കാണിക്കേണ്ടത് മുസ്ലിം സ്ത്രീകൾ മുസ്ലിം സ്ത്രീയാണ്, പുരുഷന്മാർ മുസ്ലിം പുരുഷന്മാർ. അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾ ആ മുസ്ലിം സ്ത്രീയാണ്, പിന്നെ സ്ത്രീകൾ മുസ്ലിം പുരുഷന്മാരാണ്, പിന്നെ അമുസ്ലിം പുരുഷന്മാർ. അങ്ങനെയാണ് കാണുന്നത്. ഈ ഔറത്ത് ഒഴിവാക്കി തരുമാനെ ശൈത്താൻ. കാരണം ശൈത്താൻ ഔറത്തിൻ്റെ ആളാണ് ശൈത്താൻ, വ്യഭിചാരത്തിൻ്റെ ആളാണ് ശൈത്താൻ. ഏറ്റവും വലിയ വ്യഭിചാരം അവസാനം വരുന്നുണ്ട് ദജ്ജാലത്തുമായി. വരണമെങ്കിൽ വ്യഭിചാരം ലോകത്ത് സർവ്വസാധാരണമായിട്ട് കാണാം. 40 കൊല്ലം ദജ്ജാലുണ്ടാവും. 40 കൊല്ലം 40 കൊല്ലം 40 ദിവസം 40 ദിവസം 40 ദിവസത്തിന് ഒരു ദിവസം ഒരു വർഷം പോലെ ഉണ്ടാവും, വേറെ ദിവസം ഒരു മാസം പോലെ ഉണ്ടാവും, വേറെ ദിവസം ഒരാഴ്ച പോലെ ഉണ്ടാവും, വേറെ ദിവസം ബാക്കി 7 ദിവസം. അത്ര 40 ദിവസം ദൈർഘ്യം. നമുക്ക് ഒന്നെങ്കിൽ അത് ദൈർഘ്യം തന്നെ ഉണ്ടാവും, ഒരു കൊല്ലത്ത് ദൈർഘ്യം തന്നെ, അതായത് 365 ദിവസം തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ നമുക്കത് ദൈർഘ്യമായിട്ട് തോന്നും. കാരണം ആ ഫിത്രിയും ഫസാദും പ്രശ്നങ്ങളിൽ എന്ത് ദിവസം തീരാത്തതെന്ന് തോന്നും. ചില ദിവസം പെട്ടെന്ന് തന്നെ പോകില്ല, ചില ദിവസം കുറച്ച് ലോങ് ആയിട്ട് തോന്നും. അതേപോലെ 365 ദിവസം പോലെ ഒരു ദിവസം തോന്നും. നമുക്ക് 40 ദിവസം ലോകത്തെ ഏറ്റവും വലിയ സാഹിറാണ് ദജ്ജാൽ. ഏറ്റവും വലിയ സിഹിർ ചെയ്യുന്ന ആളാണ് ദജ്ജാൽ. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ സംഗതിയും എന്താണ്? സിഹിറാണ്. ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന, ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന സംഗതിയാണ് ഇന്ന് ലോകത്തുള്ള മൊത്തം. ഇസ്രായേൽ ആകെ ചെറിയ രാഷ്ട്രം, കുറച്ചാണ്, പക്ഷെ കുറിച്ചിരുന്നത് ഇതാണ്, ബ്ലാക്ക് മാജിക്കാണ്, സിഹിറാണ്. ഏതായാലും പിശാചിന്റെ ചിഹ്നത്തിൽ ഉണ്ടാകണം, വിട്ടുമാറണം. പിശാചിന്റെ ചിഹ്നം ഉണ്ടാവാൻ പാടില്ല, ഔറത്ത് ഉണ്ടാവാൻ കാണിക്കരുത്. ഔറത്ത് പിശാചി പെട്ടെന്ന് കയറിക്കൂടും. അതേപോലെ ഒരാണും പെണ്ണും ഒന്നിച്ച് നിൽക്കരുത്, മൂന്നാമതവനായിട്ട് പിശാച് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അന്യസ്ത്രീ അന്യപുരുഷനും രണ്ടാളും ഒന്നിച്ചുണ്ടാവരുത്, കാരണം മൂന്നാമതിനായിട്ട് അവിടെ ശൈത്താൻ കയറിക്കൂടും. പിശാച് അവർക്ക് അവരുടെ ചെയ്യുന്ന കർമ്മങ്ങൾ ഭംഗിയാക്കി തോന്നിപ്പിക്കും. നമ്മൾ എന്ത് തെറ്റ് ചെയ്തതും തെറ്റ് എന്ന് ശൈത്താൻ മക്കൾക്ക് മ്യൂസിക് കേൾക്കും. മ്യൂസിക് ശൈത്താൻ എന്താണ്? മ്യൂസിക് സലാത്തിന്റെ ചെറുണ്ടാവും, പക്ഷെ പണി മ്യൂസിക് ഡ്രംസ് കൊണ്ടാണ്, DJ പാട്ടിന്റെ അതുകൊണ്ടാണ്. ഇസ്ലാമികമായിട്ടുള്ള മ്യൂസിക്, അതായത് അള്ളാഹുവിനെയും റസൂലിനെയും ഓർക്കാൻ പറ്റുന്നത്, അതേപോലെ ഈ ഹറാമും വരാത്ത സംഗതികൾ, ആനന്ദം കിട്ടാത്ത സംഗതികൾ, ഇതൊക്കെ പറ്റും. റഖ്സ് എന്ന് പറയുമ്പോൾ സൂഫി സംഗീതം എന്ന് പറയുന്ന പോലെ അതല്ലാത്തതൊക്കെ എന്താണ്? അത് ഇസ്ലാമിലെ അള്ളാഹുവും നബിയും അല്ല എങ്കിൽ അതൊക്കെ എന്താണ്? ഹറാമായിട്ട് വരും. ആ മ്യൂസിക്കും ഗാനൊക്കെ പാട്ട് കേൾക്കുന്നത്, നല്ല നല്ല ഇസ്ലാമിക് സോങ് കേൾക്കുന്നതൊന്നും പ്രശ്നമില്ല. പക്ഷെ അതുകൊണ്ട് ആരോപണം വരണം, അള്ളാഹുവിനെയും റസൂലിനെയൊക്കെ ഓർമ്മ വരികയാണെങ്കിൽ പ്രശ്നമില്ല. കാരണം അള്ളാഹു നബികൾ ഓർക്കാൻ പറ്റുന്നത്, അല്ലാത്തത് എന്താകും? ഹറാമായിട്ട് വരും. നമുക്കൊരു ആനന്ദം കിട്ടുന്നത്, നമുക്കൊരു ശബ്ദം ഉണ്ടാക്കുന്നത്, അത്
അതൊക്കെ മാറ്റി വരും. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ശൈത്താൻ നമുക്ക് നല്ല ഭംഗി പോലെ തോന്നിപ്പിച്ചു തരും. അത് നമുക്ക് അതിൽ നിന്ന് തെറ്റെന്ന് തോന്നുന്നില്ല, പിന്നെ അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഓണത്തിന് ക്രിസ്മസ് വരുന്നുണ്ട്. ഓണത്തിന് എന്താക്കി പൂക്കളുണ്ട്, ഡ്രസ്സ് വാങ്ങിച്ചു, ഡ്രസ്സ് എടുത്ത് ഡ്രസ് കോഡായി മുസ്ലിമാണ്. നമ്മൾ പക്ഷെ ശൈത്താൻ എന്താക്കി അതിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റല്ല നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചു. നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലാന്ന് തോന്നിപ്പിച്ചു. മതസൗഹാർദ്ദം ആ പേരിൽ ശൈത്താൻ എന്താക്കി നമുക്ക് തോന്നിപ്പിച്ചു. അപ്പോൾ ചെയ്യുന്ന തെറ്റുകൾ എന്താക്കി തരും ശൈത്താൻ നമുക്ക് നല്ല ഭംഗിയിൽ തോന്നിപ്പിച്ചു തരും. തെറ്റെന്ന് തോന്നല, പിന്നെ അത് ചെയ്തുകൊണ്ടേയിരിക്കും. നന്മയെ പിശാച് ചെയ്യിപ്പിക്കും, നല്ലത് ചെയ്യിപ്പിക്കും, കൂലി എന്താക്കും നഷ്ടപ്പെടുത്തുകയും ചെയ്യും. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നിസ്കാരത്തിൽ കൂലിയെല്ലാം ചെയ്താൽ കഴിയും. എവിടെങ്ങൾക്കും ഒന്നുകിൽ സുന്നതക്കാർ വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മൂന്നോട്ടം അല്ലെങ്കിൽ വെച്ചു പറയുന്നത് നല്ല പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നീയത്ത് തെറ്റിച്ചിട്ടുണ്ടാവും. അതൊക്കെ എന്താണ് ശൈത്താൻ എല്ലാം മറപ്പിക്കും. മറവ് പിശാചിൽ നിന്നാണ്, മറവി പിശാചിൽ നിന്നാണ് മറവ്. أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره. സൂറത്തുൽ കഹ്ഫ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? മൂസ നബിയുടെ ഉമ്മയുടെ സഹോദര മകനായ യൂശഅ ബിൻ നൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൂട്ടി ഖിദർ നബിയെ തേടി പോകുന്ന സംഭവം കഹ്ഫ് സൂറത്തിൽ. അവിടെ സ്ഥലത്തെത്തിനാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്തായി? ഉറങ്ങിപ്പോയി യൂശഅ അലൈഹിസ്സലാം. ഈ ഉറങ്ങിയതിൽ മീനും ഒരു മുട്ട മീനും ആയിട്ട് പോകാൻ പറഞ്ഞത് മീൻ എന്തായി? ചാടിയിട്ട് നേരെ കടലിലേക്ക് പോയി. പിന്നെ ഇവരെന്തായി? കുറേ സഞ്ചരിക്കുന്നത്, മീൻ നഷ്ടപ്പെട്ടത് അറിയാതെ കുറേ സഞ്ചരിക്കുന്നത്. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം യൂശഅ നബിയോട് ചോദിക്കുമ്പോൾ യൂശഅ നബി പറയുന്നത് വമാ അൻസാനിഹു ഇല്ല ശൈത്വാൻ എന്നത് ഖുർആൻ. ഓർമ്മ കിട്ടില്ല, പക്ഷെ മറപ്പിച്ചതാണ് ശൈത്താൻ. ഓർമ്മ വരുത്തില്ല, പക്ഷെ ആര് മറപ്പിച്ചു കളഞ്ഞു? പിന്നെ മറപ്പിച്ചു കളഞ്ഞതാരാകും? ശൈത്താനാണ്. മറവി പിശാചിൽ നിന്ന് വരാം. നിസ്കാരത്തിലൊക്കെ മറവി വരുന്നത് പിശാചികളാണ്. രോഗവും വരും പിശാചിൽ നിന്ന്. ശാരീരിക രോഗവും വരും, മാനസികമായ രോഗം വരും. പിശാചുണ്ടാക്കി തരുന്ന മാനസികമായ രോഗം വരും. 18 കൊല്ലമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു രോഗത്തെ പരീക്ഷിച്ചത്. 18 കൊല്ലം. ആ രോഗം വന്ന് ശരീരത്തിന്റെ പുറത്തും രോഗം വന്ന് ഉള്ളിലും രോഗം വന്നു. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഉപേക്ഷിച്ചു പോയി. പിന്നെ റഹ്മത്ത് ബി എന്ന അഹ്മദ് ബിൻത് മൈശ ബിൻത് യൂസുഫ് ബിൻ ഇസ്ഹാഖ് ബിൻ യൂസുഫ് ബിൻ യാക്കൂബ് ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അലൈഹിസ്സലാം. അതായത് യൂസുഫ് നബി ഇസ്ലാമിന്റെ പേരക്കുട്ടിയായ റഹ്മത്ത് ബിബി, യൂസുഫ് നബി ഇസ്ലാമിന്റെ മകൾ മൈശയുടെ മകൾ റഹ്മത്ത് ബിബി. ഈ റഹ്മത്ത് ബിബിയാണ് അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. റഹ്മത്ത് ബിബി അല്ലാത്ത ബാക്കി എല്ലാവരും ഉപേക്ഷിച്ചു പോയി, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആരും കൂടെ ഇല്ലാത്ത അവസരത്തിൽ അവസാനം അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഗതി, എനിക്ക് രോഗം വന്നത് എങ്ങനെയെന്ന് അയ്യൂബ് നബി ഇസ്ലാം പറഞ്ഞു. വദ്കുർ അബ്ദന അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്. പിശാച് എന്നതാക്കിയിട്ട് സ്പർശിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് രോഗം വന്നത്. അപ്പൊ എന്താ പറഞ്ഞു? മുറുക്കുന്നു തിരിച്ചിരിക്കും, കാലോടെ എന്താക്കണം? ഒന്ന് മുറിച്ചു വിടണം, ഒന്ന് ചവിട്ടിയപ്പോൾ അവിടെ ഉറവുണ്ട്. അത് അവസാനം നാവിലടക്കം എന്തായി? രോഗം ബാധിച്ചു. കാലോട് ഭൂമിയിൽ ചവിട്ടാൻ പറഞ്ഞു, ചവിട്ടിട്ടാകുമ്പോൾ ഒരു ഉറവ് പൊട്ടി. അതിൽ നിന്ന് കുളിക്കാൻ വേണ്ടി പറഞ്ഞു. കുളിച്ചിട്ടാകുമ്പോൾ ശരീരത്തിലെ പുറത്തുള്ള രോഗങ്ങളൊക്കെ ശരിയായി. പിന്നെ ഒന്നും കൂടി ചവിട്ടാൻ പറഞ്ഞു.
ചവിട്ടിനാകുമ്പോൾ വീണ്ടും ഒരു ഉറവ പറയും. അതിൽ നിന്ന് കുടിക്കാൻ വേണം. അത് കുടിച്ചപ്പോൾ ഉള്ളിലുള്ള രോഗവും ശിഫായി. ഒമാനിലാണ് ഇബ്രാഹിം ഇസ്ലാമിന്റെ ഖബർ. ഒമാനിലെ സലാലിൽ നിന്ന് 25 കിലോമീറ്റർ അപ്പുറമുള്ള അഫാറിലാണ് ഖബറുള്ളത്. ഇബ്രാഹിം ഇസ്ലാം ആ കുളം ഇപ്പോഴും ഇസ്ലാം കുടിച്ച കുളം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇബ്രാഹിം ഇസ്ലാം പറഞ്ഞത് അന്നി മസ്സലി ശൈത്താൻ, എന്നെ പിശാച് സ്പർശിച്ചതാണ്. പിശാചിനാൽ എന്ത് വരും? രോഗം വരും. ശാരീരിക എല്ലാ രോഗവും എന്തല്ല, നമുക്ക് ശാരീരികമായി സാധാരണ ഉണ്ടാകുന്ന രോഗമല്ല, പൈശാചികമായിട്ടും രോഗം വരാം. സ്ത്രീകൾ കാണുന്ന പല രോഗവും പൈശാചികമാണ്. സ്ത്രീകളിൽ കാണുന്ന പല രോഗവും പൈശാചികമാണ്. മെൻസ് തെറ്റി വരുന്നത്, മെൻസ് വന്നാൽ തന്നെ നീളുന്നത്, ഇതൊക്കെ പൈശാചികമാണ്. സ്കലനവും സ്വപ്നം അള്ളാഹുവിൽ നിന്നും സ്വപ്നസ്കലനം പിശാചിൽ നിന്നും. നമ്മളെ പെണ്ണുങ്ങളെ ബാധിച്ച വിഷയമാണ് സ്കലനം. അത് ഗൾഫിലൊക്കെ ഉള്ള ഭർത്താക്കന്മാരെ സ്വപ്നങ്ങളാണ്. കൂടെ വന്ന് കിടക്കുന്നതും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതൊക്കെ പിശാചാണ്. രാവിലെ വീട്ടിൽ നിന്ന് പണിക്ക് പോയ ഭർത്താവ് പണിക്ക് പോയി രാവിലെ, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, പിന്നെ ഉച്ചക്ക് കിടന്നുറങ്ങിയാൽ അപ്പോഴും ഭർത്താവിന് സ്വപ്നം കാണും. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് സ്വപ്നം കാണും. രാത്രി കിടന്നുറങ്ങിയ ഭർത്താവ് പിന്നെ സ്വപ്നം കാണാൻ ആവശ്യമില്ല. അപ്പോൾ സ്വപ്നം കാണുന്നത് എന്താണ്? ശൈത്താനാണ്. ശൈത്താൻ ഉണ്ടാകുന്നത് സ്വപ്നസ്കരണം ഉണ്ടാകും. ശാരീരിക സ്വപ്നസ്കരണം ഉണ്ടാകും. അതേപോലെ തണലും വെയിലുള്ള സ്ഥലത്ത് ഇരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് തണലും കുറച്ച് വെയിലും തണലും മിക്സായ സ്ഥലം. അവന്റെ ശരീരത്തിന്റെ പകുതി തണല് പകുതി വെയിലെത്തി അങ്ങനെ ഇരിക്കാൻ പാടില്ല. കാരണം മജ്‌ലിസ് ശൈത്താന്റെ മജ്‌ലിസാണെന്ന് നമ്മളൊരു പരിപാടി വെക്കുമ്പോൾ കുറച്ച് ആൾക്കാർ തണലത്ത് കുറച്ച് ആൾക്കാർ വെയിൽ തന്നു, അതെല്ലാം എന്താണ്? പിശാചിന്റെ ഇടമാണ്. നമ്മൾ തന്നെ കിടന്നുറങ്ങുകയാണെങ്കിൽ വെയിലെടുക്കും, മുഖത്ത് വെയിലെടുക്കുന്നുണ്ടാവും, ബാക്കിയുള്ള ചിലപ്പോൾ തണലത്തായിരിക്കും. അത് ശ്രദ്ധിക്കുന്നത് ശൈത്താന്റെ സ്ഥലമാണ്. പകുതി വെയിലും പകുതി തണലായിട്ട് നടക്കുന്നത് പിശാചിന്റെ ഇടമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ പടിവാതിലൊക്കെ ഇരിക്കുന്നത് പഴയകാലത്ത് ബഹുമാൻ പറഞ്ഞിരുന്നു. പടിവാതിൽ വെക്കാൻ പാടില്ല, ശൈത്താന്റെ സ്ഥലമാണ് പടിവാതിൽ. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ലാത്ത സ്ഥലമാണ് പടിവാതിൽ. അവിടെ ഇരിക്കാൻ പാടില്ല. പിശാചിങ്ങൾക്ക് ശത്രുവാണ്. അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കാണണം. അവൻ നിങ്ങളെ നരകത്തിന്റെ ആളുകളാക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷണിക്കുന്നത്. സ്വർഗത്തിലേക്ക് ശൈത്താനികളെ കൊണ്ടുപോകുന്നു വിചാരിക്കരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പിശാചിന്റെ പാത നിങ്ങൾ പിന്തുടരരുത്. കാരണം അവൻ നിങ്ങളോട് തെറ്റിനെ കൊണ്ട് കൽപ്പിക്കുമെന്നും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. നിസ്കാരത്തിൽ തിരിയാൻ പാടില്ല. നിസ്കാരത്തിൽ ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞാവും, ശരിയാണുണ്ടാവും, പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു പോകും. കണ്ടില്ല ചില ആൾക്കാർ ശരിയാതെ പെട്ടെന്ന് തിരിഞ്ഞു ഇങ്ങനെ, അത് ശൈത്താനിയത്താണ്. മനസ്സിലായില്ലേ? അതായത് നിസ്കരിക്കുന്നതിൽ തന്നെ ചിലപ്പോൾ അറിയാതെ, ചിലപ്പോൾ അയാൾ പോലും ഇതായിട്ടുണ്ടാവില്ല, തിരിഞ്ഞെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല, ശൈത്താൻ തിരിക്കും. പറഞ്ഞു നിസ്കാരത്തിൽ തിരിയൽ നിസ്കാരത്തിൽ തിരിയുന്നതിനത്തോട് ഐഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിച്ചു.
അത് തൻ്റെ അടിമയുടെ നിസ്കാരത്തെ പിശാച് ദുരുപയോഗം ചെയ്യുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞത് അങ്ങാടിയാണ്, ടൗൺ അങ്ങാടി. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. ഒരു നാട്ടിലെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഉറപ്പുള്ള സ്ഥലം അങ്ങാടി. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളി, അള്ളാഹുവിലേക്ക് ഏറ്റവും ഉറപ്പുള്ള സ്ഥലം അങ്ങാടിയാണ്. ശൈത്താനിക്ക് നേരെ ഓപ്പോസിറ്റ്. ഏറ്റവും ഉറപ്പുള്ളത് പള്ളിയും ഏറ്റവും ഇഷ്ടം അങ്ങാടിയുമാണ്. അത് വിശ്വമാനസമാതം പറഞ്ഞു, ആദ്യം അങ്ങാടിയിലേക്ക് പോകുന്ന ആൾ നിങ്ങളാവരുത്. ഫസ്റ്റ് തന്നെ പോയിട്ട് കൂലി തീർക്കുക. അങ്ങനെ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല ആഖിറു മൻ യഖ്റുജു മിൻഹാ, ലാസ്റ്റ് കൂലി അടിച്ച് വരാം. അങ്ങനെ ചെയ്യരുത്. കാരണം ഫഇന്നഹാ മാറഖതു ശൈത്താൻ, അങ്ങനെ എന്താണ് പിശാചിന്റെ താവളമാകുന്നു. വബിഹാ യംശിബു റായതഹു, അവന്റെ കൊടി നാട്ടുന്ന സ്ഥലമാണ് അങ്ങാടി. ഫസ്റ്റ് പോയിട്ട് ഇവിടെ വന്നാൽ പിന്നെ ശൈത്താൻ ഉണ്ടാകും, അവനെ കൊണ്ട് പോകും. പിന്നെ റസൂലുള്ളാഹി ശൈത്താനാണ് കഴിയും. ഫസ്റ്റ് പോയിട്ട് എന്താക്കരുത്, തുറക്കരുത്. രാവിലെ തുറക്കാം, അരവിലാണ് തുറന്നതിന് ശേഷം തുറക്കാം. എൻ്റെ ഉമ്മത്തിനെ പ്രഭാത സമയത്ത് നീ ബർക്കത്ത് കൊടുക്കണേ. സുബഹിയുള്ള ഉറക്കം ശൈത്താനിയത്താണ്. സുബഹിയുള്ള ഉറക്കം ശൈത്താനിയത്താണ്. കാരണം ആ സമയത്ത് ആ ദിവസത്തെ റിസ്ക് അള്ളാഹു തരുന്ന സമയമാണ്. ഫാത്തിമ ബീവിയെ കിടന്നുറങ്ങുമ്പോൾ നബി എന്താക്കിയിട്ടുണ്ട്, കാലിൽ തട്ടിലടിപ്പിച്ച് ഇരിക്കുമെങ്കിൽ ചെയ്യാം, കിടക്കരുത്, ഇരിക്കുമെങ്കിൽ ചെയ്യാം. കാരണം ആ സമയത്ത് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും റിസ്ക് ഇങ്ങനെ ആ ദിവസത്തുള്ള റിസ്ക് തരുന്ന സമയമാണ് പ്രഭാത സമയം. സൂര്യ മുതല് പിന്നെ സൂര്യൻ ഉദിക്കുന്നുണ്ടായിരുന്നു, സൂര്യസ്കാരത്തിൽ സൂര്യൻ ഉദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഉമ്മത്തിലേക്ക് ബർക്കത്താണ്. പക്ഷെ ഫസ്റ്റ് പോയിട്ട് തുറക്കാൻ പാടില്ല, ശൈത്താൻ കൊണ്ടുപോകും. ലാസ്റ്റ് വരാനും പാടില്ല, ഉള്ളിലടിച്ച് ലാസ്റ്റ് വരാനും പാടില്ല. പറഞ്ഞു സ്വാഗതത്തിൽപ്പെട്ട ഒരാളാണ്. പറഞ്ഞു അന്നൽ മലക യഖ്ദു ബിറാദിഹി ബിറായതി മാ അവ്വലി മൻ യഖ്ദു മിനൽ മസ്ജിദ്. പള്ളിയിൽ ഫസ്റ്റ് വരുന്ന ആളൊക്കെ മലക്ക് ഉണ്ടാവും, മലക്കത്തിന്റെ കൊടി കൊണ്ട് വരും. പിന്നെ ഓൻ്റെ കൂടെ മലക്കുണ്ടാവും. പള്ളിയിലേക്ക് ഫസ്റ്റ് വരുന്ന ആൾ സുബഹി സമയത്ത് ആ ദിവസത്തെ ഫസ്റ്റ് വരുന്ന ആളൊക്കെ മൽക്ക് വരും. പിന്നെ മൽക്കിനെ കൈകൾ കൊടി ഉണ്ടാവും, മൽക്ക് അവൻ്റെ കൊടി ഉണ്ടാവും. പിന്നെ അവൻ്റെ കൂടെ എന്താവും, അവൻ്റെ വീട്ടിലേക്ക് മൽക്ക് വരും. ഫസ്റ്റ് അങ്ങാടിയിൽ പോകുന്ന ആളൊക്കെ പിശാച് കൊടി കൊണ്ട് പോകും. പിന്നെ അവൻ്റെ കൂടെ ശൈത്താൻ. പറഞ്ഞു കേൾക്കുന്നുണ്ടാവും, ഫസ്റ്റ് പോലും പുതിയ പറഞ്ഞു, പക്ഷെ എന്ത് ഗുണമില്ലാന്നില്ല, സംഗതിയില്ല. ശൈത്താൻ ഫസ്റ്റ് പോയിട്ട് എന്താക്കുന്നത് അവിടെ എന്നാലും നമ്മൾ തുറക്കണ്ട, അവർ തുറക്കണം. രാവിലെ തുറക്കണ്ട, സുബഹിക്ക് ശേഷം തുറക്കാം, സൂര്യൻ ഉച്ചതിന് ശേഷം തുറക്കാം, സൂര്യൻ ഉച്ചതിന് ശേഷം തുറക്കാം. ഞാൻ പള്ളിക്ക് വരുമ്പോൾ കൂടി തുറന്നിട്ടുണ്ടാകും. പലന്ന് പള്ളിക്ക് വരുന്ന സമയത്ത് തന്നെ സത്യത്തിൽ കൂടി തുറന്നിട്ടുണ്ടാകും. പഠിക്കാത്തതാണ് വിഷയം. അടിച്ചങ്ങനെ 2-3 മണിക്കൂർ തുറക്കുന്ന ആൾക്കാരുണ്ടാകും. അതായത് ആ സമയത്ത് പങ്കാളികൾ കിട്ടുന്നുണ്ടായിരിക്കാം. എന്നാലും കച്ചവടത്തിൽ എന്തുണ്ടാവും, ചിലപ്പോൾ വർക്കത്തുണ്ടാവില്ല. ഫസ്റ്റ്
അങ്ങാടിയിൽ ചെന്നാൽ അവനെ കൊണ്ട് ശൈത്താൻ പോകും. ഫസ്റ്റ് പള്ളിയിൽ വന്നാൽ അവനെ കൊണ്ട് മലക്ക് പോകുന്നത് ഒറ്റ ചെരുപ്പിൽ നടക്കാൻ പാടില്ല. ഒരു ചെരുപ്പിൽ, കാരണം ഒരു ചെരുപ്പിൽ നടക്കുന്നത് ശൈത്താനാണ്. ഒരു ചെരുപ്പ് കാണുന്നതായത് ഒരു ചെരുപ്പിൽ നടക്കുന്നത് പള്ളിയിലേക്ക് ഒരു ചെരുപ്പിൽ രണ്ട് ചെരുപ്പിൽ വന്നതായിരിക്കാം. ഒരു ചെരുപ്പ് ഉണ്ടാവും. എന്നാലും ഈ ഒരു ചെരുപ്പിൽ എന്താകുമ്പോൾ ചിലപ്പോൾ കൊൽക്ക് പോകും. മനസ്സിലായി? എന്നാലും അത് ചെയ്യാൻ പാടില്ല. ഒരു ചെരുപ്പിൽ നടക്കരുത്. ചെരുപ്പിടാൻ നടക്കാം, അല്ലെങ്കിൽ രണ്ട് ചെരുപ്പിടാം. ഒറ്റ ചെരുപ്പിലാണ് പിശാച് നടക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഓരോരുത്തർക്കും ഓരോ ശൈത്താനുണ്ട്, ഓരോ മലക്കുണ്ടാവും. ശൈത്താൻ നമ്മളെന്താക്കും? ഫുഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. മലക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി തോന്നിപ്പിക്കും. ഒരു വിശ്വാസവാദ സ്വാമി ചോദിക്കുന്നു, നബിയെ അങ്ങേക്കും എന്തുണ്ടാവും? ശൈത്താനുണ്ടാവും, ജിന്നുണ്ടാവും. അപ്പോൾ നബി പറഞ്ഞു, എനിക്കും എന്തുണ്ട്? ജിന്നുണ്ട്. പക്ഷെ ഞാനോ അവനെന്താക്കി ഉപദേശിച്ച് ഫാസ്റ്റ് അവനിപ്പോൾ എന്തായിട്ടുണ്ട്? മുസ്ലിമായിട്ടുണ്ട്. അവനോടിപ്പോ നല്ലത് മാത്രമേ കൽപ്പിക്കുന്നുള്ളൂ എന്ന് മുസ്തഫ പറയുന്നത്. ഹബീബുൽ ഹുദ എന്നാണ് നമ്മുടെ ജിന്നിന്റെ പേര്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജിന്നുകൾക്ക് 2000-3000 ഒക്കെ വയസ്സുണ്ടാവും. ജിന്നുകളുടെ മുലകുടി പ്രായം എന്ന് പറയുന്നത് 40 കൊല്ലാണ്. നമ്മളുടെ എത്ര? 150 വയസ്സാണ് ജിന്നുകൾക്ക് പ്രായപൂർത്തിയാവണമെങ്കിൽ. 150 വയസ്സ്. 2000, 3000, 4000, 5000 ഒക്കെ വയസ്സുള്ള ജിന്നുകൾ ഉണ്ടാവും. വിശ്വാസമാകുന്ന ജിന്ന് ഇപ്പോഴുണ്ട്. ആ ജിന്നാണ് ഇപ്പോൾ ജിന്നുകൾ, മുസ്ലിം ജിന്നുകൾക്ക് ഖുർആൻ ക്ലാസ്സും ഹദീസ് ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പുസ്തകമൊക്കെ പറയുന്നത് ഹബീബുൽ ഹുദ എന്ന നബിയുടെ ജിന്നിന്റെ പേര്. ഓരോരുത്തർക്കും ഒരു ജിന്നുണ്ടാവും, മലക്കുണ്ടാവും. മലക്ക് നമ്മളെ നല്ലത് ചെയ്യാൻ വേണ്ടി തോന്നിപ്പിക്കും, ജിന്ന് നമ്മളെ തെറ്റ് ചെയ്യാൻ വേണ്ടി തോന്നിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും ഒന്ന് അവന്റെ മുമ്പിലൂടെ കടന്നുപോയി അവരെന്താക്കണം? തടയണം. ഒരാളെന്താ വിചാരിക്കാൻ? ഒരാൾ തന്നെ പോകുന്നുണ്ടെങ്കിൽ തടയണം, കൈയോട്ട് തടയണം. അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യാൻ പോയി കഴിയുന്നെങ്കിൽ എന്താക്കാം? തടയാം. പിന്നെയും എന്തായി? നിസ്കരിക്കുന്ന മുമ്പിൽ തന്നെ വീണ്ടും വന്നു, വീണ്ടും തടയാം. വീണ്ടും വരുന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലണം. അത് ശൈത്താനാണ്. നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മറ വേണം. നിസ്കരിക്കുമ്പോൾ മറയില്ലാത്തതല്ല, മറ വേണം. മറയോടുകൂടി നിസ്കരിക്കുമ്പോൾ ഒരാൾ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആരോട്ടെ പുരുഷന്മാരാവട്ടെ വേറെ സ്ഥലമാണ് തടയാം. മറയില്ലെങ്കിലും പ്രശ്നമില്ല. അത് നിസ്കരിക്കുന്ന ആളെ കുഴപ്പമാണ്. മറയില്ലാതെ നിസ്കരിക്കുന്നത് അല്ല, മറയില്ലാതെ നിസ്കരിക്കുന്ന ആളെ കുഴപ്പമാണ്. മറ വേണം.
അപ്പോൾ തടഞ്ഞിട്ട് പിന്നെ വരുന്നുണ്ടെങ്കിൽ എന്താണ് ശൈത്താനാണ് കൊല്ലണം. ചില പൂച്ചകളാണ് സ്കേറ്റിങ്ങിൻ്റെ മുമ്പിൽ ചിലപ്പോൾ പോകാം, ഇവിടെ ഇവിടെ ഉണ്ടാവും, സ്കേറ്റിംഗ് ഉണ്ടാവും, പക്ഷെ മുമ്പിൽ പോകാം, മുമ്പിൽ കാക്കിയെങ്കും മുമ്പിൽ പോകാം. മുസാഫിൻ്റെ അടുത്ത് ഇട്ടെങ്കും മുസാഫിനെ തൊടാത്ത പൂച്ചകളാണ്. അതൊക്കെ ചിലപ്പോൾ ഇതായിരിക്കാം, ചിലപ്പോൾ മുസ്ലിം ജിന്നായിരിക്കാം, ചിലപ്പോൾ മുസ്ലിം ജിന്ന് ആവാം. പിശാച് ഉണ്ടാകും, ഇതിനൊക്കെ ഭംഗം വരും. നിസ്കരിക്കുന്ന ആളുകളുടെ തന്നെ അല്ലെങ്കിൽ ജീവി പോകുന്നത് തടയാൻ, രണ്ടാമത് തടയാൻ, മൂന്നാമത് വരുന്നതിൽ കൊല്ലാൻ. എന്താണ് ശൈത്താനാണ്. തങ്ങൾ പറഞ്ഞു തടയാൻ. അതായത് പറഞ്ഞത് ഒരാൾ മറയില്ലാതെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ തടയാൻ മാത്രമേ അവകാശമുള്ളൂ. തടയാം. അവരുമായിട്ട് ചില ഫൈറ്റ് ഉണ്ടായി, എന്നാലും അവരെ എന്ത് ചെയ്യാൻ അവകാശമില്ല, കൊല്ലാൻ അവകാശമില്ല. കാരണം തെറ്റായിട്ടാണ് നിസ്കരിക്കുന്ന ആൾക്കാർ തെറ്റ്. ഇനി മറയോടുകൂടി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഫൈറ്റായി മറ്റൊരു മരിച്ചാൽ ആർക്കും ഇല്ല, നിസ്കരിച്ചാൽ കുറ്റമില്ല. ഒരാൾ തടഞ്ഞു നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തടഞ്ഞു, എന്നിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾ നിസ്കാരം കഴിയുമെങ്കിൽ 40 കൊല്ലം അവിടെ പുറത്ത് കാത്തുക്കണം. അത് കടക്കാതെ കാത്തു നിർത്തണം. വഴി ചിലപ്പോൾ വഴി നിസ്കരിക്കുന്നൊക്കെ ഉണ്ടാവും. വഴിയിൽ കേസ് റോഡിൽ നിസ്കരിക്കുന്നൊക്കെ വഴിയിൽ ഉണ്ടാവും. പിന്നെ ഈ നമ്മുടെ ബാത്റൂമിന് ഡ്രെയിനേജ്, അതായത് ഈ വെള്ളം പോകുന്ന കുളിക്കുന്നത് തന്നെ വെള്ളം പോകുന്ന സ്ഥലം, കുളിക്കുന്നതിൻ്റെ അതിൽ ആ ഏരിയയിൽ വെള്ളം പോകുന്ന സ്ഥലമില്ല, അവിടെ മൂത്രിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത് ശൈത്താന്റെ സ്ഥലമാണ്. അവിടെ മൂത്രിച്ചാൽ ചികിത്സയില്ലാത്ത രോഗം ചിലപ്പോൾ ശാരീരം കൊണ്ടുതരാൻ പറ്റും. മൂത്രം കുളിക്കുമ്പോൾ അതിൻ്റെ വെള്ളം പോകുന്ന അവിടെ ഉണ്ടാക്കരുത്, മൂത്രമൊഴിക്കരുത്. കാരണം അവിടെ മൂത്രമൊഴിച്ചാൽ പൈശാചിക രോഗം വരും, അതിലേക്ക് ചികിത്സ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ പ്രഭാതത്തിൽ വരെ കിടന്നുറങ്ങിയാൽ ശൈത്താൻ മൂത്രമൊഴിക്കും എന്ന് പറഞ്ഞു. പിശാച് മൂത്രമൊഴിക്കും. പിണക്കം പിശാചിനാണ്. 3 ദിവസത്തിൽ കൂടുതൽ പിണക്കമുണ്ടാവുക. നമീമത്ത് ഇബ്ലീസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദമാണ്. നമീമത്ത് പറയുക, ഗൈബത്ത് പറയുക, നമീമത്ത് പറയുക. ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ, ഇബ്ലീസ് ഫസ്റ്റ് തന്നെ ചെയ്തത് ഗൈബത്ത് പറയിപ്പിക്കലാണ്, മീനിനെ പോലെ. അതൊക്കെ പൈശാചികമാണ്. സൂറത്തുൽ ബഖറ അവസാനത്തെ 2 ആയത്തുൽ കുർസി ദിവസം ഓതാം. പിശാചികളിൽ നിന്ന് രക്ഷപ്പെടും. നിന്ന് കുടിക്കാൻ പാടില്ല. വിശ്വാസമാണെന്ന് പറഞ്ഞു, നിന്ന് കുടിക്കരുത്. എന്തോ പറഞ്ഞു, നിന്റെ കൂടെ പൂച്ച ഒക്കെ, നീ പൂച്ച ഒക്കെ ഓടിക്കുന്നത് ഇഷ്ടമാണ്, സന്തോഷം തരുമോ ചോദിച്ചില്ല. അവിടെ പൂച്ചനേക്കാൾ ശക്തമായ ശൈത്താനാണ് എൻ്റെ കൂടെ ഒന്നിച്ച് നിന്ന് കുടിക്കുന്നത് എന്ന് നിന്ന് കുടിക്കരുത്. ഇവർ നിന്ന് കുടിച്ചിട്ട് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്ന് കുടിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സംസവളത്തിന് വിശ്വപോലെ സംസവളം നിന്ന് ചുടിക്കണം എന്ന് പറയും. നബി നിന്ന് ചുടിച്ചത് അല്ല പറയുന്നത്. സംസവളം നബി നിന്ന് ചുടിച്ചു. കാരണം നബിക്ക് ഇരിക്കാനുള്ള സാഹചര്യമില്ല, തിരക്കായാലും. അതുകൊണ്ട് നബിക്ക് നിന്ന് കുടിക്കേണ്ടി വന്നു. ഈ ഹദീസിനെ പിൽക്കാലത്തുണ്ടാക്കി സംസവളം നിന്ന് തന്നെ ഓടിക്കണം. കാരണം നബി നിന്ന് ചുടിച്ചത്. നബിക്ക് പറ്റാത്ത, അത് ഒന്നിട്ട് കുടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ഇരുന്നിട്ട് കുടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്ന് കുടിക്കാം എന്നേലും ആ ഹദീസിന്റെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൈശാചികമായ ശബ്ദത്തിൽ നിന്ന് നമ്മളൊക്കെ സലാമത്തിലാക്കട്ടെ. വാഹദ വാഹദ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.